ആഷാഢക്ക ഏക് ദിനിലെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ടു. അമ്മ അംബിക 2 വർഷമായിട്ട് ഒരേ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അവൾക്ക് അമ്മയെ പരിചരിച്ചുകൊണ്ടിരിക്കാനുള്ള ആ ഒരു അവസ്ഥയിൽ അവൾ എത്തിച്ചേർന്നു. ദിവസം പ്രതി അവളും ക്ഷീണിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അവളുടെ മനസ്സിൽ വന്ന വിചാരം എന്താണെന്ന് പറഞ്ഞാൽ, 2 വർഷമായി കാളിദാസൻ ഇവിടെ നിന്ന് പോയിട്ട്, പക്ഷെ അദ്ദേഹം ഒരു പ്രാവശ്യം പോലും ഈ ഗ്രാമത്തിലേക്ക് വന്നില്ല. പൂർണ്ണമായിട്ടും ഉജ്ജയിനിയിലെ ഒരു വ്യക്തിയായിട്ട് തൻ്റെ പ്രിയതമൻ മാറിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ സമയത്താണ് കാളിദാസൻ്റെ വെൽവിഷറായ നിക്ഷേപ് അവിടെ എത്തിയതും അവളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് ഉജ്ജയിനിയിൽ പോയി അവനെ ഒന്ന് കാണണം എന്നുണ്ട്, പക്ഷെ എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് പുറത്ത് കുതിരപ്പുളമ്പടി ശബ്ദം കേട്ടു. നിക്ഷേപ് നോക്കിയപ്പോഴത്തേക്ക് അത് മറ്റാരും ആയിരുന്നില്ല, കാളിദാസനായിരുന്നു. അതുവഴി രാജകീയ വേഷത്തിൽ കാളിദാസ് പർവ്വത ശിഖരത്തിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ അവനെ പോയി ഒന്ന് കാണട്ടെ, ഇത് ഉറപ്പിക്കട്ടെ, ഇത് അവനാണോ എന്ന് ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിക്ഷേപ് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് മല്ലിക ആത്മകഥം പറയണം. എന്താണ്? വേ ആയേ ഹേ അവർ പർവ്വത ശിഖർ കി ഓർ ഗയേ ഹേ. അദ്ദേഹം വന്നു, പർവ്വത ശിഖരത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇസ് പ്രകാർ കഹത്തി ഹുയി മല്ലികനെ ഗഹരി പീഡാക്ക അനുഭവിക്കുക. അപ്പം അതിലേ പോയ കാളിദാസൻ തന്നെ കാണാനായിട്ട് വന്നിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് ഉണ്ടായത്. കാരണം അവന് വേണ്ടി കാത്തിരിക്കുകയാണ് ആര്? മല്ലിക യന്ത്രചാലിത് സി ചരോക്കെ के पास जाने लगी तो उस समय रंगिणी और संगिणी नामक 2 नागरी युवतियां मल्लिका के घर आई. ഒരു യന്ത്രത്തിൽ ചലിക്കുന്ന പാവയെ പോലെ മല്ലിക ജനലിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ രംഗിണി സംഗിണി എന്ന് പറയുന്ന 2 നഗരത്തിലെ യുവതികൾ മല്ലികയുടെ വീട്ടിലേക്ക് കയറി വന്നു. അവരുടെ പേരെന്താണ്? സംഗിണി, രംഗിണി. നാഗരി യുവതിയാണ്, നഗരത്തിൽ വസിക്കുന്ന 2 സ്ത്രീകളാണ്. മല്ലികാനെ ദോനോങ്ക സ്വാഗത് കിയ. അപ്പോൾ എന്തിനാണ് ഈ 2 പെൺകുട്ടികൾ അങ്ങോട്ട് കയറി വന്നതെന്നുള്ളത് മല്ലികയ്ക്ക് അറിയില്ല. എങ്കിലും ആതിഥ്യ മര്യാദ അനുസരിച്ച് മല്ലിക 2 ആൾക്കാരെയും സ്വാഗതം ചെയ്യും. दोनों राजकीय नियोजन से कवि कालिदास के जीवन की पृष्ठभूमि का अध्ययन करने आई थी. ഇവർ ശരിക്ക് വന്നിരിക്കുന്നത് ഗവേഷണ വിദ്യാർത്ഥിനികളായിട്ടാണ് കേട്ടോ. ഗവേഷണം നടത്തുന്ന ആൾക്കാരെ കളിയാക്കുക കൂടി ചെയ്യണം, പരിഹസിക്കുക കൂടി ചെയ്യണം. കാരണം ഒരു മഹാകവി, ഗ്രാമത്തിൽ ജീവിച്ച ഒരു വ്യക്തി മഹാകവിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഗ്രാമത്തിൽ ജീവിച്ച കാളിദാസൻ്റെ പശ്ചാത്തലം തിരഞ്ഞുപിടിച്ച് അതിനെപ്പറ്റി ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഈ 2 പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അവർക്ക് നാട്ടുപുറത്ത് എത്തിയപ്പോൾ മനസ്സിലായി മല്ലികയുമായിട്ട് അയാൾക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ മല്ലികയോട് ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. തിസീസ് തയ്യാറാക്കണ്ടേ അതിനു വേണ്ടി കേട്ടോ. പരിഹാസത്തിലാണ് ഇതിൽ ഇവരവതരിപ്പിച്ചിരിക്കുന്നത്. മല്ലികാനെ ദോനോങ്ക സ്വാഗതിക്കിയ. ദോനോ രാജകീയ നിയോജൻസെ, രാജാവിൻ്റെ നിയോഗപ്രകാരം, രാജാവാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. കവി കാളിദാസ് കെ ജീവൻ കെ പൃഷ്ഠഭൂമി കാ അധ്യയൻ കർണേ ആയി തീ. കവി കാളിദാസൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ പറ്റി പഠനം നടത്താൻ വേണ്ടിയാണ് ഈ യുവതികൾ അവിടെ വന്നിരിക്കുന്നത്. ഗ്രാമീണ ജീവൻ കാ അധ്യയൻ കർണ രംഗിണി കാ ഉദ്ദേശിത. ഗ്രാമീണ ജീവിതത്തെ പറ്റി പഠനം നടത്തുക എന്നുള്ളതായിരുന്നു അതിൽ ഒരു പെൺകുട്ടിയായ രംഗിണിയുടെ ഉദ്ദേശം. അവരുടെ ലക്ഷ്യം അതായിരുന്നു, ഗ്രാമീണ ജീവിതത്തെ പറ്റി പഠനം നടത്തുക. സംഗിണിയേക്ക് നർത്തകീതി. സംഗിണിയാകട്ടെ ഒരു നർത്തകിയായിരുന്നു.
നാടക ലിഖിനേമേം ഉസ്കി രുചി തി. നാടകങ്ങളൊക്കെ രചിക്കാൻ അവൾക്ക് വളരെ കഴിവുള്ള താല്പര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. संगनी ने बताया कि इस प्रदेश ने कालिदास जैसे असामान्य प्रतिभा को जन्म दिया है. അപ്പോൾ സംഗിനി വന്നിട്ട് പറയാണ്, ഈ പ്രദേശം, ഈ മഹത്തായ ഗ്രാമപ്രദേശം കാളിദാസനെ പോലെയുള്ള അസാമാന്യ പ്രതിഭാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജന്മം കൊടുത്തിരിക്കുന്ന സ്ഥലമാണിത്. और इस कारण यहाँ की പ്രത്യേക വസ്തു അസാധാരണ ഹെ. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ മൺതരിയും ഓരോ വസ്തുക്കളും പ്രത്യേകം മഹത്വമുള്ളതാണ്. ദോനോ കുച്ച് സമയം മല്ലികാസെ ബാത്ചീത്ത് കർ. രണ്ടുപേരും കുറച്ചു നേരം മല്ലികയോട് സംസാരിച്ചിട്ട് ഉസ് പ്രദേശത്തെ സംബന്ധമേയും കാഫി ജാൻകാരി പ്രാപ്ത് കർക്കെ ചലി ഗയി. ആ പ്രദേശത്തെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ നാടകത്തിൽ ആ ഭാഗമൊക്കെ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ആ നാടകം ഓഡിയോ കേട്ടാൽ മനസ്സിലാവും. കുച്ച് സമയ ബാദ് കിസിനെ ദർവാസ കട്ടടായ. അവിടെ കേ വേണമെന്നില്ല. കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പം ആരോ വീണ്ടും ആ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടു. മല്ലികാനെ ദർവാസ ഖോല. മല്ലിക ദർവാസ വാതിൽ തുറന്നു. ദോ അപരിചിത് ഖടേദേ. നോക്കിയപ്പം പുറത്ത് രണ്ട് അപരിചിതരായിട്ടുള്ള ആൾക്കാർ ഇരിക്കുകയാണ്. ഉൻകി വേഷഭൂഷാസെ ഉസേ മാലൂ ഹുവ. അപ്പം ആ വന്നിരിക്കുന്ന ആൾക്കാരുടെ വേഷവിധാനങ്ങൾ കണ്ടപ്പോൾ മല്ലികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ദോനോ രാജ്യത്തെ അധികാരിത്തെ. രണ്ടാൾക്കാരും രാജ്യത്തിലെ രണ്ട് ഓഫീസർമാരാണ് എന്ന്. ഉന്നനെ അപ്പന പരിചയ ദിയ. വന്ന രണ്ടാൾക്കാരും സ്വയം പരിചയപ്പെടുത്തി. ഉന്മേം സെ ഏക്ക് അനുസ്വാർ और ദൂസര അനുനാസികത. അതിലൊന്ന് അനുസ്വാറും മറ്റൊന്ന് അനുനാസികം ആയിരുന്നു. ഇവരെന്തിനാ വന്നതെന്ന് അറിയാമോ? രാജാവ് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കാരണം രാജാവിൻ്റെ മകൾ പ്രിയങ്കു മഞ്ചരി ഇപ്പം അത് കാളിദാസൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവൾക്ക് ആ പ്രദേശത്ത് വന്ന് മല്ലികയെ പരിചയപ്പെടണം എന്നുണ്ട്. മല്ലികയുടെ വീട് ഒന്ന് പുതുക്കി പണിയണം എന്ന് താല്പര്യം. വളരെ ദരിദ്രമായിട്ടുള്ള അവസ്ഥയിലാണ് മല്ലിക എന്നുള്ള കാര്യം ഒരുപക്ഷെ കാളിദാസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ വീടൊക്കെ പോയിട്ടൊന്ന് പരിശോധിച്ച് വേണ്ട കുറച്ച് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്രിയങ്കു മഞ്ചരിയെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ വീട് ഒന്ന് ഇപ്പം രാജാവിൻ്റെ മകളിൽ വരിക മാത്രമല്ല രാജകവിയുടെ ഭാര്യയും കൂടിയാണ് അവിടെ എത്തുക അല്ലേ. അപ്പോൾ ആ വീടൊന്ന് ചിട്ടയാക്കി വെക്കണം. വരുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെക്കണം. അതിന് വേണ്ടി മുൻകൂട്ടി വന്നതാണ് ഇവർ രണ്ടാൾക്കാർ. ഉന്മേം സെ ഏക് അനുസ്വാർ और दूसरा അനുനാസികത. മല്ലികാക്കോ സംബോധൻ കർ അനുസ്വാറിനെ കഹ. ആദ്യം മല്ലികയെ നോക്കിയിട്ട് അനുസ്വാർ പറയാണ്, ദേവ് മാതൃഗുപ്തക്കെ അനുചരവും ക അഭിവാദൻ സ്വീകാർ കീജിയെ. ദേവ് മാതൃഗുപ്തൻ്റെ അനുചരന്മാരുടെ അഭിവാദ്യം സ്വീകരിച്ചാലും. ഇവിടെ ഈ മാതൃഗുപ്ത് കാളിദാസൻ്റെ പുതിയ പേരാണ് കേട്ടോ. കാളിദാസ് ഉജ്ജയിനിയിലെത്തി രാജകവി ആയതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് മാതൃഗുപ്ത്. അപ്പം മാതൃഗുപ്തൻ്റെ അനുചരന്മാരുടെ അഭിവാദ്യം അങ്ങ് സ്വീകരിച്ചാലും. മല്ലികാക്കോ ഉൻസെ മാലൂ ഹുവാ കി കാളിദാസ് അബ് गुप्त साम्राज्य की ओर से कश्मीर का शासन संभालने जा रहे हैं. മല്ലികയ്ക്ക് അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി കാളിദാസൻ ഗുപ്തരാജ്യത്തിൻ്റെ ആളായിട്ട് കാശ്മീരിലെ ഭരണം ഏറ്റെടുക്കാനായിട്ട് പോവുകയാണ്. കാശ്മീരിലെ ഈ ഗവർണറില്ലേ അതുപോലുള്ളൊരു സ്ഥാനം ഏറ്റെടുക്കാനായിട്ട്, അതായത് ഗുപ്ത സാമ്രാജ്യം കാശ്മീരിലൊരു ഭരണാധികാരി ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കാളിദാസനെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പം കാളിദാസൻ മാതൃഗുപ്തൻ എന്നുള്ള പേര് സ്വീകരിച്ചു ഭരണം ഏറ്റെടുക്കാനായിട്ട് കാശ്മീരിലേക്ക് പോവുകയാണ് എന്ന് ഈ വന്ന രണ്ടാൾക്കാരുടെ സംഭാഷണത്തിൽ നിന്നും അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മാതൃഗുപ്ത കാളിദാസ് കാ നയാ നാം ഹെ. കാളിദാസിൻ്റെ പുതിയ പേരാണ്. രാജ്യക്കെ അധികാരിയോനെ മല്ലികാസെ കഹാക്കി थोड़ी देर में മാതൃഗുപ്ത की രാജമഹിഷി മല്ലികാസെ മിൽനെ കെ ലിയെ ആനെ വാലി ഹെ. കുറച്ചു നേരത്തെ
ശേഷം മാതൃഗുപ്തൻ്റെ രാജമഹിഷി ധർമ്മപത്നി പട്ടമഹിഷി പ്രിയങ്കുമഞ്ചരി എന്നാണ് പേര് കേട്ടോ, അത് താഴോട്ട് വരും, മല്ലികയെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് ഇവരുടെ വർത്തമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവർ മല്ലികയോട് പറയും. അനുസാർ और अनुनासिक राजमहिषी के आने के पूर्व उस घर के वस्तुविन्यास में കുച്ച് പരിവർത്തൻ കർണ ചാഹ. വസ്തുവിന്യാസം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വയ്ക്കുക. ഒരു സാധനം എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കുക, അതിനെടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കുക. ഇങ്ങനെയുള്ള ചില നടപടികൾക്ക് വേണ്ടിയാണ്, ചിട്ടയായിട്ട് ഓരോ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയാണ് അവർ അവിടെ വന്നത്. കാരണം രാജകുമാരിയിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. മാത്രമല്ല കൊട്ടാര കവിയായിട്ടുള്ള മാതൃഗുപ്തൻ്റെ ഭാര്യയാണ് വരാൻ പോകുന്നത്. അപ്പം ആ വീടൊക്കെ ഒന്ന് അടുക്കി വയ്ക്കണം, അതായത് സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെയും പരിഹാസത്തിലാണ്. ഇവർ വന്നിട്ട് ഓരോന്നും എടുത്തിട്ട് അവിടെ തന്നെ വയ്ക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അടുത്ത इस उद्देश्य से वे घर की सब वस्तुओं के स्थान परिवर्तन में लग गए. ഈ ഒരു ഉദ്ദേശത്തിൽ അവർ രണ്ടുപേരും ആ വീട്ടിലെ വസ്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. ഇത്തനമേ മാതുൽ ഉത്തേജിത് ഹോക്കർ ബാഹർ സെ ആയ. ഈ സമയത്ത് നമ്മുടെ മാതുലിനുണ്ടല്ലോ, അയാൾ കുറേ നാൾ എന്ത് ചെയ്തു, 2 വർഷമായിട്ട് കാളിദാസനോടൊപ്പം ഉജ്ജയിനിയിലുള്ള കൊട്ടാരത്തിൽ സുഖമായിട്ട് വസിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മാതുൽ വളരെ ആവേശഭരിതനായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തുനിന്ന് വന്നു. അവർ ഉത്കണ്ഠ കേസാത്ത് അനുജർ സെ പൂച്ച. വളരെ ഉത്കണ്ഠയോടുകൂടി അനുസ്വാർ സെ പൂച്ച, അനുസ്വാറിനോട് ചോദിക്കുകയാണ്, കി ക്യാ ആപ്കാ കാര്യ പൂരാ ഹോ ഗയ. അധികാര സ്വരത്തിലാണ്, താൻ രാജാവിൻ്റെ ആളല്ലേ എന്നുള്ള ഒരു രാജകവിയുടെ വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള അധികാരത്തിൽ ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളൊക്കെ പൂർത്തിയായോ, എല്ലാം ചിട്ടയാക്കിയൊക്കെ വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ധോഡി ഹി ദേർമേം രാജമഹിഷി പ്രിയങ്കുമഞ്ചരി യഹാം പൗച്ചിനെ വാലിഹെ. കുറച്ച് നിമിഷത്തിനുള്ളിൽ രാജമഹിഷിയായിട്ടുള്ള പ്രിയങ്കുമഞ്ചരിത ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. ഘർ കി നയി വ്യവസ്ഥ പർ സന്തുഷ്ട ഹോക്കർ മാതുൽ और राज्य के अधिकारी बाहर चले गए. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയാണ് എന്ന് കണ്ടപ്പോൾ മാതുലും അതുപോലെ ആ രാജ്യത്തിലെ കർമ്മചാരികളും ഉദ്യോഗസ്ഥരും ഒക്കെ, അനുസ്വാരും അനുനാസികം ഉണ്ടല്ലോ, അവർ രണ്ടുപേരും നമ്മുടെ മാതുലും 3 ആൾക്കാർ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. കുച്ച് ക്ഷണോം കെ ബാദ് കാളിദാസ്, അതായത് മാതൃഗുപ്ത കി പത്നി പ്രിയങ്കുമഞ്ചരി കി കോ മാർഗ് ദിഖലാത്ത ഹുവ മാതുൽ പിർ ആയ. കുറച്ചു നേരം അങ്ങോട്ട് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു, കാളിദാസൻ്റെ അതായത് മാതൃഗുപ്തൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള പ്രിയങ്കമഞ്ചരിയെ വഴി കാട്ടിക്കൊടുത്ത് ആനയിച്ചുകൊണ്ട് എന്ത് ചെയ്തു, മാതുൽ വീണ്ടും ആ വീട്ടിലേക്ക് വന്നു. എന്തൊരു ഗതികേടാണ് മല്ലികയ്ക്ക് അല്ലേ, തൻ്റെ പ്രിയതമൻ്റെ ഭാര്യയെ സ്വീകരിക്കുക. ഇത്രയും ഗതികേട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ല. ആത്തേ ഹി ചാട്ടുകാരിതാക്കോ കി ഹസി ഹസ്തേ ഹുയെ മാതുലിനെ മല്ലിക സേ കഹ. വന്നുടനെ ഈ സോപ്പിടൽ പരിപാടിയില്ലേ, ആ ടൈപ്പിൽ ചിരിച്ചുകൊണ്ട് മാതുൽ മല്ലികയോട് പറയാണ്, കി മൈനെ ദേവി പ്രിയങ്കുമഞ്ചരി സേ തുമാരി പ്രശംസ കി ഹെ. ഞാൻ ദേവി പ്രിയങ്കമഞ്ചരിയോട് നിന്നെപ്പറ്റി പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ നല്ലവളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. മല്ലികാനെ അഭിനന്ദൻ കർത്തേ ഹുയെ റാണി കാ സ്വാഗത് കിയ. മല്ലിക അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ റാണിയെ സ്വാഗതം ചെയ്തു. അവളുടെ മനസ്സ് തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്രയും നന്ദികെട്ട ഒരു വ്യക്തി ആരില്ല, അത്രയും നന്ദികെട്ട വ്യക്തിയാണ് ആര്, കാളിദാസൻ. കാരണം ആ നാട്ടിലേക്ക് വന്നിട്ട് പോലും തന്നെ കാണാനോ 2 വർഷമായിട്ട് ആ ഗ്രാമത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ കാളിദാസൻ ശ്രമിച്ചില്ല. മറിച്ച് അവിടെ പോയി രാജകവിയായി, കാശ്മീരിലെ ഭരണാധികാരിയായി, രാജകുമാരിയെ വിവാഹവും കഴിച്ചു. അപ്പം ഇതിൽ പരം സ്വാർത്ഥനായിട്ടുള്ള, പണ്ട് അംബിക പറഞ്ഞിട്ടുണ്ട് അല്ലേ, അവനെപ്പോലെ സ്വാർത്ഥനായിട്ടൊരു വ്യക്തി ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന്. അതിപ്പോൾ പൂർണ്ണമായിട്ടും മല്ലികയ്ക്ക് മനസ്സിലായി. മല്ലികാനെ അഭിനന്ദൻ കർത്തേ ഹുയെ റാണി കാ സ്വാഗത് കിയ
റാണി ने मुस्कुराकर സ്നേഹപൂർവക് അഭിവാദൻ की स्वीकृति दी. മല്ലിക മല്ലികയെ ഇവരും എന്ത് ചെയ്തു? അഭിവാദ്യം അർപ്പിച്ചു. രാജമഹിഷി കെ ആദേശ് പർ കവി മാതുൽ വിശ്രാം കർണേ കെ ലിയെ ചലാ ഗയ. രാജമഹിഷിയുടെ ആജ്ഞപ്രകാരം നമ്മുടെ മാതുൽ എന്ത് ചെയ്തു? വിശ്രമിക്കാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് അങ്ങ് പോവുകയും. മാതുൽ കെ ചലേ ജാനേ പർ പ്രിയങ്കു മഞ്ചരി ക്ഷണു പർ മല്ലിക കോ ദേഖ്തി രഹി. മാതുൽ പോയതിന് ശേഷം പ്രിയങ്കു മഞ്ചരി ഒരു നിമിഷം മല്ലികയെ നോക്കി നിന്നു. കാരണം മല്ലികയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും കാളിദാസൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പ്രിയങ്ക മഞ്ചരിയോട്. മാത്രമല്ല മല്ലികയുടെ ഗ്രാമപ്രദേശത്ത് വന്നിട്ട് രണ്ടാൾക്കാരുടെ പ്രണയബന്ധത്തെ പറ്റിയും ഇവൾ അറിഞ്ഞു കാണും. എന്തായിരുന്നാലും കുറേ നേരം എന്ത് ചെയ്തു? മല്ലികയെ നോക്കി നിന്നു. ഫിർ മല്ലികാക്കോ സ്പർശ് കർത്തി ഹുയി കഹ. എന്നിട്ട് മല്ലികയെ സ്പർശിച്ചുകൊണ്ട് പറയാണ്, തും സച്മുച്ച് സുന്ദർ ഹോ. നീ യഥാർത്ഥത്തിൽ എത്ര സുന്ദരിയാണ്. മേ തുമേ അവർ തുമാരെ ഘർ കോ ദേഖ്നെ കെ ലിയെ ആയാ ഹൂ. നിന്നെയും നിന്റെ വീടും ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ്. മേരെ പതിനെ കൈ ബാർ ഇസ് ഘർ കി ഓർ തുമാരി ഇസ് ഘർ കി അവർ തുമാരി ചർച്ച കി ഹെ. എൻ്റെ ഭർത്താവ് എത്രയോ പ്രാവശ്യം ഈ വീട്ടിനെ പറ്റിയും നിന്നെപ്പറ്റിയും ചർച്ച ചെയ്തിട്ടുണ്ട്. ജിൻ ജിൻ ദിനോം വേ മേഘദൂത് ലിഖ് രഹേ ദേ. എന്നാണോ അദ്ദേഹം മേഘദൂത് എന്ന് പറയുന്ന മഹാകാവ്യം എഴുതിക്കൊണ്ടിരുന്നത്, ഉൻ ദിനോം അക്സർ യഹാങ്ക സ്മരൺ കിയാ കർത്തേ ദേ. അപ്പോഴൊക്കെ, അതായത് മേഘദൂതം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും അദ്ദേഹം നിന്നെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നു. മല്ലികാനെ രാജമഹിഷി കാ യഥോചിത സത്കാർ കിയ. മല്ലിക രാജമഹിഷിയെ യഥോചിതം സൽക്കരിച്ചു. ഉസ്നെ കഹാ കി യദി രാജമഹിഷി കോ അസുവിധ ന ഹോഗി തോ വേ കുച്ച് ദിൻ ഇസ് ഗാവ് മേ രഹേ. അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. യദി രാജമഹിഷിക്കോ അസുവിധ ന ഹോഗി. രാജമഹിഷിക്ക് അസൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ വേ കുച്ച് ദിൻ ഇസ് ഗാവ് മേ രഹേ. അതാണ്. അപ്പം മല്ലിക പറയണം, അങ്ങേക്ക് മറ്റ് അസൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കുറച്ച് നാൾ ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ താമസിച്ചുകൂടെ എന്ന് മല്ലിക രാജമഹിഷിയോട് ചോദിക്കുകയാണ്. കാളിദാസ് കി രചനാവും അവർ ഉൻകെ ജീവൻ കെ സംബന്ധമേം दोनों में काफ़ी देर तक बातें होती रही. കാളിദാസിനെയും കാളിദാസൻ്റെ രചനകളെയും സംബന്ധിച്ച് മല്ലികയും പ്രിയങ്കു മഞ്ചരിയും കുറേ നേരം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഗുപ്തവംശിക്ക് ദുഹിത പ്രിയങ്ക മഞ്ചരി പരം വിദുഷീതി. ഈ ഗുപ്ത സാമ്രാജ്യത്തിലെ രാജകുമാരിയായിട്ടുള്ള പ്രിയങ്ക മഞ്ചരി ഒട്ടും മോശമല്ല. അവരും കാളിദാസിന് പറ്റിയ പരമ പണ്ഡിതയായിരുന്നു. റാണി കെ സ്നേഹപൂർവക് വ്യവഹാർ സേ മല്ലിക അത്യന്ത പ്രഭാവിത ഹുയി. ഇവർ രാജകുമാരിയാണ് എങ്കിലും തന്നോട് വളരെ സ്നേഹപൂർവം പെരുമാറുന്നത് കണ്ട് രാജകുമാരിക്ക് വളരെയധികം മല്ലികയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. രാജകുമാരി തന്നോട് സ്നേഹപൂർവം പെരുമാറുന്നത് കണ്ടപ്പോൾ മല്ലികയ്ക്ക് വളരെ സന്തോഷമുണ്ടായി. റാണീനെ ബതായാ കി യദി മല്ലിക ചാഹത്തി തോ ഉസ്കാ വിവാഹ് രാജ്യ കെ കിസി അധികാരി സേ കരായ ജായേഗ. അപ്പോൾ റാണി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, മല്ലിക, നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നിന്റെ വിവാഹം എൻ്റെ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് നടത്തിക്കാം. എൻ്റെ രാജ്യത്ത് ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ കൊണ്ട് അവരിൽ ആരെയെങ്കിലും കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാം നിനക്കിഷ്ടമാണെങ്കിൽ എന്ന്. यह सुनकर मल्लिका की माँ चारपाई से उठकर बड़ी कठिनाई से റാണി കെ സമീപായി. ഇത് കേട്ടോണ്ട് കിടക്കുകയാണ് അംബിക. പെട്ടെന്ന് തന്നെ അവർ എങ്ങനെയൊക്കെയോ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വളരെ ബുദ്ധിമുട്ടി റാണിയുടെ അടുക്കലേക്ക് എത്തി. അംബികാനെ റാണി കോ ആശ്ചര്യമേ ഡാൽത്തി ഹുയി കഹ. അംബിക റാണിയെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മല്ലിക കെ മൻമേ വിവാഹ കി കൽപ്പന നഹി ഹെ. അല്ലയോ രാജകുമാരി, അതിനുവേണ്ടി ശ്രമിക്കേണ്ട. കാരണം മല്ലികയുടെ മനസ്സിൽ വിവാഹത്തെ പറ്റിയുള്ള സങ്കല്പം പോലും ഇല്ല. ക്യോങ്കി വഹ് ഭാവന കെ സ്തർ പർ ജീത്തി ഹെ. യഥാർത്ഥ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ അവൾക്ക് താല്പര്യമില്ല.
കാരണം അവൾ ഇപ്പോഴും ഭാവനാ ലോകത്ത് ജീവിക്കുന്നവളാണ്. ഇപ്പോഴും അവളുടെ മനസ്സിൽ ഭാവന മാത്രമേ ഉള്ളൂ. പ്രിയങ്കു മഞ്ചരിനെ മല്ലിക കെ ഘർ കി സ്ഥിതി ദേഖ് കർ കഹാ കി, പ്രിയങ്കു മഞ്ചരി മല്ലികയുടെ വീട്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് പറയാണ്, തുമാരാ ഘർ ബഹുത്ത് ജർജർ സ്ഥിതി മേഹെ, നിങ്ങളുടെ വീട് വളരെ തകർത്തിരിക്കുന്നു, നിങ്ങളുടെ വീട് വളരെ ശോചനീയ അവസ്ഥയിലാണ്. മേ ആദേശ് ദേ ജാവുങ്കി, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു നിർദ്ദേശം കൊടുത്തിട്ട് പോവുകയാണ്. എന്താണ്? ഈസ് കർക്കോ ഗിരാക്കർ ഉസ് സ്ഥാൻ പർ ഏക് സുന്ദർ ഘർ ബനായ ജായ്, ഈ കുടില് എന്താണ് മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് മനോഹരമായിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കി തരാം എന്നുള്ള, അല്ലെങ്കിൽ തരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വീട് ഉണ്ടാക്കി തരാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാം എന്ന് പ്രിയങ്ക മഞ്ചരി പറയുന്നു. മല്ലികാനെ പ്രാർത്ഥനയാക്കിയപ്പോൾ മല്ലിക അപേക്ഷിച്ചെന്താണ്? ഐസ ആദേശ് മത്ത് ദീജേ, അങ്ങനെയുള്ള നിർദ്ദേശമൊന്നും കൊടുക്കണ്ട. വിദാ ലേത്തെ സമയ പ്രിയങ്ക മഞ്ചരിനെ കഹ, മടങ്ങാൻ നേരത്ത് പ്രിയങ്ക മഞ്ചരി പറയാണ്, മൈനെ തുമാരി സുവിധ കേലിയെ കഹാത, സാരമില്ല, വീട് മാറ്റണമെങ്കിൽ മാറ്റണ്ട, പക്ഷേ അക്ക നിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അഗർ തുമേം ഇസ്സെ അസുവിധ ഹേത്തോ ഐസ ആദേശിനെ തൂക്കി, നിനക്ക് അസൗകര്യമാണെങ്കിൽ ഞാൻ നിർദ്ദേശം കൊടുക്കുന്നില്ല. ഫിർ ഭി മേ ചാഹത്തി ഹൂ കി തുമാരി ലിയെ കുച്ച് ന കുച്ച് കർ സകൂ, എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. മല്ലിക വിസ്മയിസെ രാജമഹിഷി കി ഓർ ദേഖ്തി ഖടി രഹി, മല്ലിക ആശ്ചര്യത്തോടു കൂടി ആ രാജകുമാരിയെ കുറേ നേരം നോക്കി അങ്ങനെ തന്നെ നിന്നു. പ്രിയങ്കു മഞ്ചരി കെ ചലേ ജാനെ കെ ബാദ് കാളിദാസ് പർ വ്യംഗ്യ കർക്കെ അംബികാനെ കഹ, പ്രിയങ്കു മഞ്ചരി പോയതിനു ശേഷം കാളിദാസനെ പറ്റി പരിഹസിച്ചുകൊണ്ട് അംബിക പറയാണ്, ആജ് വോ ശാസക് ഹെ, മോളെ അവൻ ഇന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഉസ്കെ പാസ് സമ്പത്തി ഹെ, അവൻ്റെ പക്കൽ ധാരാളം പണമുണ്ട്. ഉസ് ശാസൻ അവർ സമ്പത്തി കാ പരിചയ ദേനെ കെ ലിയെ ഇസ്സെ അച്ഛാ ക്യാ ഉപായ് ഹോ സക്താ താ, അവൻ്റെ ഭരണവും അവൻ്റെ സമ്പത്തും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കാനായി ഇതിനേക്കാൾ നല്ല ഉപായം മറ്റെന്താണ് ഉള്ളത്? തൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുള്ളത് കൊണ്ട് അതിന് ഞാൻ വലിയ പണക്കാരനാണ്, പത്രാസുകാരനാണ്, ഭരണാധികാരിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതേ വഴിയുള്ളൂ. ഖാസി ഉഡ്ജാനേക്കെ കാരൻ, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കിതപ്പും ചുമയും അനുഭവപ്പെട്ടു. ഖാസി എന്ന് പറഞ്ഞാൽ ചുമ. അംബിക അധിക കുച്ച് കഹിനഹി സഖി, പിന്നെ അംബികയ്ക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. തബ് വിലോം, നമ്മുടെ നേരത്തെ പറഞ്ഞ ആ വില്ലൻ, നെഗറ്റീവ് കഥാപാത്രം വിലോം ബാഹർസ്യായ, ഈ സമയത്ത് വിലോം പുറത്തുനിന്ന് വന്നു. വിലോം നെ പി കാളിദാസ് പർ വ്യംഗ്യക്കിയ, വിലോമും കാളിദാസനെ പരിഹസിക്കുകയാണ്. കാരണം കാളിദാസൻ ആ നാട്ടിൽ വന്നിട്ട് മല്ലികയെ കാണാൻ വന്നിട്ടില്ലല്ലോ, അതാണ്. ഘോഡോ കി ടാപ്പോം കി ധ്വനി ഫിർ സുനായി ദി, വീണ്ടും കുതിര കുളമ്പടി ശബ്ദം കേട്ടു. മല്ലികാക്കോ മാലൂ ഹുവാ കി മാതൃഗുപ്ത്, അതായത് കാളിദാസ് അപ്പനെ അനുചരോം കെ സാത്ത് ഗാവ് ഛോട് രഹേ थे. അപ്പം മല്ലികയ്ക്ക് കാര്യം മനസ്സിലായി. എന്താണ്? മാതൃഗുപ്തൻ കാളിദാസൻ പർവ്വത ശിഖരങ്ങളിൽ പോയതിന് ശേഷം അവിടെ വിഹരിച്ചിട്ട് അവിടെയെല്ലാം കറങ്ങി നടന്നിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. മല്ലിക അചാനക് രൂപടി, അപ്പം തിരിച്ചു വരുന്ന വഴിക്കെങ്കിലും അവൻ അവിടെ കയറുമെന്ന് മല്ലിക പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അയാൾ അവിടെ വന്നതുമില്ല, മല്ലികയെ കണ്ടതും ഇല്ല. അപ്പോൾ അവൾ കരയാൻ തുടങ്ങി. അംബികാനെ ഉസ്സെ പൂച്ചാക്കി തും ഉസ് വ്യക്തി കെ ലിയെ ക്യോ രോത്തി ഹോ, അപ്പോൾ ഉടനെ അമ്മ മകളോട് പറയാണ്, നീ ആ വ്യക്തിക്ക് വേണ്ടിയോ കരയുന്നത്? നീ എന്തിനാണ് അവനെപ്പറ്റി ഓർത്ത് കരയുന്നത്, ആ സ്വാർത്ഥനെ പറ്റി? ജിസിനെ തേരി ഉപേക്ഷാക്കി ഹേ, സ്വാർത്ഥത കൊണ്ട് അവൻ നിന്നെ ഉപേക്ഷിച്ചു, അവനെ ഓർത്തിട്ടാണോ നീ കരയുന്നത് എന്ന് ചോദിച്ചു. ഉസ്കെ സംബന്ധമേം കുച്ച് മത് ബോലോ, അപ്പം അവൾ മറുപടിയായിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ സംബന്ധിച്ച് അമ്മ ഇനി എന്നോടൊന്നും പറയണ്ട. കഹ്കർ മല്ലിക പിർ സിസക്കിനിലേക്ക്, ഇത്രയും പറഞ്ഞിട്ട് മല്ലിക തേങ്ങി തേങ്ങി കരയുവാൻ തുടങ്ങി. അപ്പം നോക്കൂ, രണ്ടാമത്തെ രംഗത്തിൽ കാളിദാസൻ്റെ ആ സ്വാർത്ഥതയാണ് അവിടെ പറയുന്നത്.
ആത്മകേന്ദ്രിത് എന്ന് കാളിദാസ് ആത്മകേന്ദ്രിത് ഹേ എന്ന് അമ്മ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് 100% ഇവിടെ ശരിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ സെക്കൻഡ് രണ്ടാമത്തെ ദ്വിതീയ അങ്ക്, അതായത് അങ്ക് ദോ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അങ്ക് തീനിലേക്ക് പോവാം. അത് അടുത്ത വീഡിയോ.